പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. സി കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി പ്രമീള ശശിധരൻ. പാലക്കാട് നഗരസഭയിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമെന്ന നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷന് തന്നെ ക്ഷണിച്ചില്ല. ചെയർപേഴ്സൺ ആയിരുന്ന അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ഒറ്റപ്പെടുത്തി ക്രൂശിച്ചു. സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്ന് പ്രമീള ആരോപിച്ചു. കഴിഞ്ഞ 2 തവണയും ചെയർപേഴ്സണായിരുന്ന പ്രമീളയെ ഒഴിവാക്കിയതിൽ പാർട്ടിയിലെ വിമതർ കടുത്ത പ്രതിഷേധത്തിലാണ്. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞതുപോലും ഇന്നലെ വൈകിട്ടാണെന്ന് പ്രമീള ആരോപിച്ചു. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പല പരിപാടികളിലേക്കും ക്ഷണിക്കാറില്ല. ക്ഷണിച്ച പരിപാടികളിലേക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ പോകാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതും അതുകൊണ്ടാണെന്നും പ്രമീള തുറന്നടിച്ചു. അല്ല, ഞാൻ തന്നെ സ്വയം പാലക്കാട് സ്ഥാനാർത്ഥി ഇനി ആവണില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു 1.5 മാസം മുമ്പ്. കാരണം 25 വർഷമായി പാലക്കാട് നഗരസഭ BJP താമര ചിഹ്നത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ 2000-ൽ ആദ്യമായി ജയിക്കുമ്പോൾ ഈ വാർഡ് കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു. കോൺഗ്രസിൻ്റെ വാർഡിൽ നിന്നും BJPയെ തിരിച്ചു പിടിച്ചത് ഞാൻ തന്നെയാണ്. അതിന് പരിസര വാർഡുകളൊക്കെ എൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇവിടെ BJPയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് ഒരുപാട് ആൾക്കാർ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിച്ചത്. ഒറ്റപ്പെടുത്തിയെന്നൊരു തോന്നലുണ്ടായിരുന്നു. പല പരിപാടികളിലേക്കും ക്ഷണിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നഗരസഭാ അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്തൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. മാനസിക വിഷമം ഉണ്ടായതേ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ തന്നെ അതൊരു ഇവിടത്തെ പൊതുവെ ജനങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത എന്നുള്ളത്. പത്രമാധ്യമങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതലെന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പം പുതുതായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. അല്ലല്ല, ഞാൻ കഴിഞ്ഞ തവണ 2015-20 ഞാൻ മത്സരിക്കുന്നില്ല പറഞ്ഞാണ്. എന്നെ നിർബന്ധിച്ച് വീണ്ടും ചെയർപേഴ്സണാണ്. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കണം, കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങളുടെ പ്രകടനം വളരെ നല്ല രീതിയിൽ ചെയ്താണെന്ന് പാർട്ടി എന്നോട് ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിലാണ് ഞാൻ 2000-ൽ തന്നെ വീണ്ടും 2015-20 വീണ്ടും ഞാൻ മത്സരിക്കാൻ നിന്നത്. ഞാനത് നേരത്തെ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള അവസരം ഞാൻ നിഷേധിച്ചു. കാരണം ഞാൻ സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ഞാൻ എൻ്റെ പറഞ്ഞിരുന്നു അതെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എനിക്കുണ്ട്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-ലും 14-ലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണി വരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡല പൂജയുടെ ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇല്ല, എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നലെ 3 മണി വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ 10 വർഷം പാലക്കാട് നഗര ജനത BJPക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ BJPയെ ബഹുഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇല്ല, എനിക്കൊരു വേദനയില്ല. കാരണം എന്നെ അറിയിച്ചിട്ടേ ഇല്ല. ഞാൻ സംഭവം ഇവിടെ ഇല്ല. എന്നെ അറിയിച്ചിട്ടില്ല. എനിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിന് ആദ്യമായി എല്ലാ കൗൺസിലർമാരും എന്നെ ഒരു വികസന കാര്യത്തിന് എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ പോകാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി പ്രതിഷേധം നടത്തുമ്പോൾ നഗരസഭയുടെ റോഡ് ഉദ്ഘാടനത്തിന് രാഹുലിനോടൊപ്പം പങ്കെടുത്തതിനെതിരെ കൃഷ്ണകുമാർ പക്ഷം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 2 തവണയും പ്രമീള കാരണം കൃഷ്ണകുമാർ പക്ഷത്തിന് നഗരസഭയിൽ കാര്യമായി ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ 3-ാം തവണയും ഭരണം ലഭിക്കുമ്പോൾ അതുണ്ടാകാതിരിക്കാനാണ് ഔദ്യോഗിക പക്ഷം ശ്രമിച്ചതെന്നാണ് വിലയിരുത്തൽ. അതേസമയം പ്രമീളയെപ്പോലെയുള്ളവരെ അകറ്റുന്നത് പാർട്ടിയുടെ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. പ്രമീളയെ അനുകൂലിക്കുന്ന ശിവരാജനെ കൂടെ നിർത്തി പ്രമീളയെ ഒറ്റപ്പെടുത്താനാണ് ശ്രമം. കഴിഞ്ഞ തവണ ആദ്യ 3 വർഷം ചെയർപേഴ്സണായിരുന്ന പ്രിയ അജയനാകട്ടെ ഇതിനകം പാർട്ടിയിലെ ഒരു വിഭാഗത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. തനിക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടില്ലെന്നും രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുകയാണെന്നുമാണ് പ്രിയ തുറന്നടിച്ചത്. ഇതോടെ പ്രമീളയുടെ തുടർനീക്കം എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.